CS ചന്ദ്രികയുടെ കാഞ്ചീപുരത്തിലൊരു ലൈനുണ്ട്. നമ്മൾ പ്രണയം ആർക്കും മുമ്പിൽ ഒളിച്ചു വെക്കണ്ട. ഒളിച്ചു വെച്ചാൽ അതൊരു തരം അപമാനവും വേദനയുമായി മാറും. അത്തരം ഒരു മുറിവ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ? കുറേ ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പേടിയോ മടിയോ ബുദ്ധിമുട്ടോ ഒക്കെയാണ്. ആക്ച്വലി അങ്ങനെ ഒളിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തോ കമ്മിറ്റ്മെൻറ്റ് പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് പിന്നീട് പണിയാവുമെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദിൽ കീപ്പ് ഇറ്റ് ടു ഹാർട്ട്. അവർക്ക് ഭയങ്കര പേടിയാണ്. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് ജസ്റ്റ് എക്സ്പ്രസ് ഇറ്റ്, സ്പീക്ക് ഔട്ട്. സംസാരിച്ചാലല്ലേ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും എനിക്ക് പരിചയമുള്ള ആളുകളോട് പറയുന്നതാണ്. ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് മറ്റേ ആൾക്ക് ഗണിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, വട്ട് എവർ ദി റിലേഷൻഷിപ്പ് ഇസ്, ഒരു ആളോട് നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാളോട് തുറന്നു പറയണം വട്ട് ഈസ് റോങ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന്. ചിലപ്പം അത് സംസാരിച്ചാൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോട് കൂടി തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തുറന്ന് പറയൂ. മറ്റേ ആൾക്കും ഒരുപക്ഷെ നിങ്ങളെ ഇഷ്ടമാണെങ്കിലോ ഇഷ്ടമല്ലെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്, അത് പറഞ്ഞതുകൊണ്ട് അത് പറഞ്ഞ് കുളമാക്കണ്ട, അതങ്ങനെ ഇരിക്കട്ടെ എന്ന്. യു ഡോണ്ട് നോ ദി ഔട്ട്കം, റൈറ്റ്? നമുക്ക് ഒരു തരത്തിലും അസ്യൂം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അത്തരം കാര്യങ്ങളാണ്. കാരണം വാട്ട് ദി അതർ പേഴ്സൺ ഈസ് ഗോയിങ് ത്രൂ, ഇറ്റ്സ് സോ ഹാർഡ് ടു റീഡ് പീപ്പിൾസ് മൈൻഡ്. ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ അസ്യൂം ചെയ്തിട്ട് വാട്ട് ഇഫ് യുവർ അസംഷൻ ഇസ് റോങ്, അല്ലേ? അസംഷൻ ഇസ് ദി മദർ ഓഫ് സ്ക്രബ്സ് എന്നൊരു ടോക്കുണ്ട്. അത് ആക്ച്വലി കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ, ഒരാളുടെ ബിഹേവിയർ നിങ്ങൾ ഹേർട്ടാക്കുന്നുണ്ടെങ്കിൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, സ്പീക്ക് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് പേഴ്സൺ ആൻഡ് സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട് വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ. അത് അയാളോട് പറഞ്ഞ് മനസ്സിലാക്കുക. പറഞ്ഞാൽ അത് അയാൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് ഉള്ളിലുള്ള വികാരങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? ആൻഡ് അത് ഒരു റിലേഷൻഷിപ്പിന്, ഈ തുറന്ന് പറച്ചിൽ റിലേഷൻഷിപ്സിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കും. ആൻഡ് ഒരു തുറന്ന് പറച്ചിലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ആയിരിക്കും. സോ അത് കീപ്പിംഗ് ഇറ്റ് ടു യുവർ സെൽഫ് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണത്. നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്. ഭയങ്കരമായിട്ട് കറേജൊക്കെ സംഭരിച്ച് അത് എങ്ങനെയെങ്കിലുമൊക്കെ പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരിത്.